100 ഉപഗ്രഹങ്ങൾ ഒരേ സമയം നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കാണ് ഇപ്പം പരാജയം പറ്റുന്നത്. അപ്പം അത് സ്വാഭാവികമായിരിക്കില്ലല്ലോ. അവിടെയാണ് നമ്മൾ മോഡിയുടെ പുതിയ ഇന്ത്യയും ഇത് നമ്മളെ ബന്ധം കാണേണ്ടത്. അപ്പോൾ ചാരവൃത്തി കേസ് നമ്മൾ കണ്ടതായിരിക്കില്ല. ചാരവൃത്തി കേസ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ടീമായിരിക്കും. അവർ ഈ അംബിതാരാണ് ബലിയാടാക്കിയതായിരിക്കും. ഇവരിത്രയും ബി ജെ പിക്കെതിരെ പറയാൻ ബി ജെ പി ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. പണ്ടത്തെ പോലെ പണി എളുപ്പമല്ല. മലയാളം മാധ്യമങ്ങൾക്ക് കളിക്കാനുള്ള ചാൻസ് ഇത്തവണ കേന്ദ്രം കൊടുത്തിട്ടില്ല. മലയാളി മാധ്യമങ്ങൾ കളിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ISR വരെയുള്ള ഏതെങ്കിലും പാവം സ്വാമീനെ പിടിച്ച് ഇത്തവണ അവർ രാജ്യദ്രോഹിയാക്കി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ബഹിരാകാശ രംഗത്ത് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് കുതിക്കുകയാണ് ഇന്ത്യ. അവിടെ ഒരു വജ്ര നക്ഷത്രമായി തിളങ്ങുകയാണ് PSLV. പക്ഷേ തുടർ വിജയങ്ങൾക്ക് പിന്നാലെ തുടർ പരാജയം എന്നുള്ള ഒരു കളങ്കം PSLVക്ക് മേൽ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. അത് അവിചാരിതമായിട്ടല്ല, സാങ്കേതിക തകരാറ് മൂലമല്ല, ബോധപൂർവം ചിലർ നടത്തിയ നീക്കുപോക്കിൻ്റെ ഫലമായിട്ടാണ് PSLV പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്ത ഇന്ന് നമുക്ക് നോക്കുമ്പോൾ കേരള കൗമുദി എക്സ്ക്ലൂസീവായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. PH സനൽകുമാറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാളി അല്ലാത്ത ISROയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിൽ എന്നും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഒപ്പം തന്നെ അതുകൊണ്ടാണ് പുതിയ വിക്ഷേപണ അനുമതി കേന്ദ്രം നൽകാത്തത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്? പണത്തിന് വേണ്ടിയായിരിക്കുമോ? രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി? അതോ രാജ്യത്തിൻ്റെ മുന്നേറ്റങ്ങളെ തകർക്കാൻ വേണ്ടിയാണോ? വിദേശ ശക്തികൾ ആരായിരിക്കാം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇത് എന്താണ്, എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളുടെ എല്ലാം തന്നെ ഒരു പ്രൈഡാണ് ഈ ISRO ആണെങ്കിലും നമ്മുടെ ബഹിരാകാശ രംഗത്ത് നടത്തിയ കുതിപ്പ് നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ശാസ്ത്രജ്ഞരാണെങ്കിൽ തന്നെയും അവിടെയാണ് ഒരു അട്ടിമറി സംശയിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ആണ് ഇതിനെ കാണുന്നത്? ഒന്നാമത് നമുക്ക് ISROയിലെ ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു ബഹുമാനം തോന്നും. കറക്റ്റ്. അത് നമ്മളെക്കാട്ടും കൂടിയൊരു ഐറ്റമാണ് നമുക്ക് തോന്നുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജാരിയെ കാണുന്ന പോലെയാണ്. നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. പോപ്പിനെ കാണുന്ന പോലെയാണ്. ഒരു വേറൊരു ബ്രീഡ്. അതും രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളെന്ന് എഴുതി ഒരു ബോക്സിങ്ങിൽ ഒളിമ്പിക്സ് ഗോൾഡ് കിട്ടിയ ഒരു താരത്തിനെ കാണുന്ന പോലെ അതെ നമ്മൾ കാണുന്നത്. അപ്പം അവിടെയാണ് ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തെ ISROയുടെ പല മിഷൻസും പരാജയമായി. അത് സ്വാഭാവികമാണ്. നമ്മൾ കഴിവ് തെളിയിക്കുന്നതിനിടയ്ക്ക് പരാജയമൊക്കെ സംഭവിക്കും. സ്വാഭാവികം. അന്നാണ് ഏതൊരു ഭരണകൂടം എന്ന സിനിമയിൽ കുതിരോട്ടം പപ്പുവിന് മന്ത്രി വനംവകുപ്പ് വനംവകുപ്പല്ല റോക്കറ്റ് വിക്ഷേപണ വകുപ്പ് മന്ത്രി അങ്ങനെ വകുപ്പ് ഉണ്ടായി കൊടുത്തു. മുമ്പ് എൻ്റെ വകുപ്പിൽ റോക്കറ്റ് പോലെ എങ്ങനെ പോകുന്നതാണ്. ISRO ഇവിടുന്ന് റോക്കറ്റ് മൊത്തം താഴോട്ട് പോകുകയായിരുന്നു. ഏതാണ്ട് ആ സമയത്താണ് ഈ ISRO ചാരവൃത്തി കേസ് പുറത്ത് വരുന്നതെന്ന് കൂടി ചേർത്ത് വായിക്കണം. ISRO ചാരവൃത്തി കേസ് പുറത്ത് വന്നതിന് ശേഷം വലിയ പരാജയങ്ങൾ ആ രീതിയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ISRO ചാരവൃത്തി കേസ് അന്ന് നിലവിലുണ്ടായിരുന്ന കേസ് തള്ളിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അവിടെ ചാരവൃത്തി നടന്നിട്ടില്ല എന്നല്ല. വേറെ കോടതി അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സെൻകുമാർ സാർ അന്വേഷിച്ച ഒരാളാണ്. കേരളത്തിലെ ഏറ്റവും ഇൻറ്റഗ്രിറ്റി ഉള്ള പോലീസ് ഓഫീസറാണ്. BJP കാരൻ കൂടിയാണ്. അദ്ദേഹം ISRO ചാരവൃത്തി കേസ് നടന്നില്ല എന്ന് പറയില്ലല്ലോ. അന്ന് അത് അന്വേഷിച്ച ഓയിലെ ഒരു ഓഫീസറാണ്. സത്യമയി ചാനലിലെ നമ്മളെ അയാളുടെ പേര് രാജേഷ് പിള്ള തേരെ നടന്നില്ല എന്ന് തോന്നില്ലല്ലോ. ഇവരാണ് നടന്നില്ല തോന്നിട്ടില്ല. പക്ഷേ ആരാണോ ഈ ആരോപണങ്ങളുടെ എല്ലാം തന്നെ കേന്ദ്ര ബിന്ദുവായത് അയാളായാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും കൊണ്ടത്. നമ്പി നാരായണൻ കൊണ്ടതുകൊണ്ടാണ് അയാൾ കേസിന് പോകുന്നത്. അതുകൊണ്ടാണ് അയാളെ കൊടുക്കാൻ നോക്കിയവർ ഓരോന്നായിട്ട് നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ തന്നെ പറയും ഓരോരുത്തർ ബാക്ക്ഗ്രൗണ്ട് കർമ്മത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അയാൾ ഈ കേസിൽ അയാൾ പ്രതിയായിരിക്കില്ല. പക്ഷെ അയാളെ പലരും അത് വലിയ നെക്സസ് ആയിരിക്കും. അന്ന് ഉണ്ടായിട്ടുള്ളൊരു നെക്സസ് ആയിരിക്കും. കാരണം അത് അന്താരാഷ്ട്ര ഇൻ്റലിജൻസ് വിങ് ഫ്രാൻസോ അയാൾ നമ്പിതാരാണ് ഇടക്കിടക്ക് പറയും. നിങ്ങൾ പറയൂ ഇതാരാണ് നിങ്ങളെ ഉപയോഗിച്ചത്, ഫ്രാൻസാണോ അമേരിക്കയാണോ? അങ്ങനെയൊക്കെ അറിയാം. കൊറിയ വഴിയാണ് ആ മിഷൻ നടന്നിട്ടുള്ളത്. കൊറിയ അന്നേ നമ്മൾ സൗദ രാജ്യം നല്ല കൊറിയ നമുക്ക് ഉള്ളിൽ കൂടിയിട്ട് പണിയുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പം അമേരിക്ക ആകാൻ സാധ്യത. ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഉപഗ്രഹങ്ങളെല്ലാം വിട്ടുകൊണ്ടിരുന്നത് റഷ്യ, ഫ്രാൻസ്, അമേരിക്കയാണ്. അമേരിക്കക്കാണ് ഏറ്റവും വലിയ ഭീഷണി സ്പേസ് രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അന്ന് ആ കേസ് തള്ളിപ്പോയതിന് സെൻകുമാർ സാർ പലതും പറയുന്നുണ്ട്. അദ്ദേഹം അന്ന് ഗവർണറുടെ ഓഫീസിലുണ്ടായിരുന്നു. അന്ന് ഏതൊരു ഡൽഹിയിൽ നിന്ന് വലിയൊരാൾ, ഒരു പ്രധാനമന്ത്രി അന്ന് ഗവർണർ ഹൗസിൽ താമസിച്ചു. അടുത്ത ദിവസം തൊട്ട് ആ കേസ്
ഡൗൺ ആയി തുടങ്ങിയെന്നാണ് ആര് പറഞ്ഞത്? സെൻകുമാർ സാർ പറയുന്നത്. അതായത് പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ മോന് ബോർഡായിരുന്നു. അങ്ങനെയാണ് കരുണാകരന് പറ്റിയ അബദ്ധതാണ്. കരുണാകരൻ ഈ പ്രധാനമന്ത്രിക്ക് വേണ്ടി നിന്നു. പ്രധാനമന്ത്രി എൻ്റെ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങളൊരു തെറ്റിന് കുട പിടിച്ചാൽ, കരുണാകരൻ അതിൽ ഇൻവോൾവ് ഒന്നല്ല, പക്ഷെ അറിഞ്ഞിട്ടും ചിലപ്പോൾ മിണ്ടാതിരുന്നാൽ ആയിരിക്കാം ആ തെറ്റാദ്യം നിങ്ങളെ നശിപ്പിക്കുന്നു. ഈ നരസിംഹറാവു തന്നെയാണ് കരുണാകരൻ ഇല്ലാതാക്കിയത്. കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും ടൈൻറ്റഡായ ഒരു പോലീസ് ഓഫീസറിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാണ്, അയാളെ സംരക്ഷിക്കാൻ നോക്കിയാണ് കരുണാകരന് പറ്റിയ തെറ്റ്. അങ്ങനെയാണ് കരുണാകരൻ അതിൽ വരുന്നത്. ലീഡർ അതിൽ ഇൻവോൾവ് അല്ല, പക്ഷേ ആ ടൈൻറ്റഡ് ഓഫീസറിനെ അദ്ദേഹം രക്ഷപ്പെടുത്താൻ നോക്കി. അതാണ്. ഓക്കെ. അയാൾ പിന്നെ രക്ഷപ്പെട്ടു. LDF വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അയാൾ വലിയൊരു പാരാമിലിറ്ററി ട്രൂപ്പിൻ്റെ ഹെഡായിട്ട് മാറി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അന്നേ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് മര്യാദയ്ക്ക് പോയി തുടങ്ങി. പക്ഷെ അന്ന് ആ കേസ് ഫ്രെയിം ചെയ്തതും ശരിയായില്ല. PSLV ഇതിൻ്റെ ക്രയോജനിക് സാങ്കേതിക വിദ്യ ചോർന്നത്. ക്രയോജനിക് സാങ്കേതിക വിദ്യ അന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, പിന്നല്ലേ ചോരുന്നത്. വേറെ എന്തോ ആണ് പോയത്. ഇത് സമാട്ടേഷ് ചെയ്യാന്ന ഉദ്ദേശം, മിഷൻ പരാജയപ്പെടുത്തുക. അല്ലാണ്ട് സാങ്കേതിക വിദ്യ ഒന്നും അവർക്ക് ആവശ്യമില്ല. എന്നിട്ട് അവിടെ പാകിസ്ഥാനെ പാകിസ്ഥാന് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞു. പാകിസ്ഥാന് ചോർത്തി കൊടുത്തു പറയുമ്പോൾ ഇവിടെ കത്തുള്ളൂ. സത്യത്തിൽ അമേരിക്കയ്ക്കും ഫ്രാൻസിനും ടെക്നോളജി ഉണ്ട്, പക്ഷേ അവരെ സംബന്ധിച്ച് ഇന്ത്യ അത് കണ്ടുപിടിക്കരുത്, അത്രയും ഉണ്ടായിരുന്നു. റഷ്യ നമുക്ക് തരുന്നതിന് അവർ വിലക്കി. റഷ്യൻ ആ സമയത്ത് തകർത്ത തന്നെ അതുകൊണ്ടായിരിക്കാം. കാരണം ഈ സാങ്കേതിക ഇന്ത്യക്ക് തരാൻ പോവുകയായിരുന്നു. അന്നപ്പാണ് റഷ്യ ഇല്ലാതായത്, സോവിയറ്റ് റഷ്യ ഇല്ലാതായത്. നമ്മൾ വിചാരിക്കുന്ന മാനങ്ങളല്ല ഈ കേസിനൊന്നും ഇല്ലാതെ. അതിനുശേഷം പിന്നെ ആളുകൾ ISRO അവർ നമ്മൾ വലിയ മിഷൻ GSLV വരെ നമ്മൾ നടത്തി, നമ്മൾ ചന്ദ്രയാൻ നടത്തി, മംഗൾയാൻ നടത്തി, സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ചന്ദ്രയാൻ പിന്നെ പരാജയപ്പെട്ടതുപോലും സക്സസ്ഫുള്ളായി. അവിടെ വെള്ളം കണ്ടുപിടിച്ചത് നമ്മളാണ്. നമ്മുടെ ബ്രെയിൻ നല്ല ബ്രെയിനാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് ഇപ്പോഴത്തെ സാധനങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി 100 ഉപഗ്രഹങ്ങൾ ഒരേ സമയം നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കാണ് ഇപ്പം പരാജയം പറ്റുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിരിക്കില്ലല്ലോ. അവിടെയാണ് നമ്മൾ മോഡിയുടെ പുതിയ ഇന്ത്യയും ഇത് നമ്മളെ ബന്ധം കാണേണ്ടത്. മോഡി ഇന്ത്യനെ ഇന്ത്യയിലേക്ക് എത്തി, ഇനിയിപ്പം കാര്യമല്ല, അവന്മാർ പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാം. അങ്ങനെയാണ് മോഡി വരുന്നത്. മോഡി വന്നപ്പോൾ ഇവർക്ക് ഇന്ത്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. സർവ്വ മേഖലയിലും മോഡി അടുത്തൊരു സോവിയറ്റ് റഷ്യ ആവുക എന്നുള്ള അമേരിക്കയുടെ റെഫറൻസ് ഉണ്ട്. പവർഫുൾ രാജ്യമായിട്ട് മാറുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കൂട്ടുപിടിച്ചായിരിക്കും. ഓക്കെ. അതാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെട്ടത്. ഇപ്പോൾ അവർ ISROയിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബ്യൂറോക്രസിയുടെ കടന്നുകയറ്റമാണ്. ഇതാവാനാണ് സാധ്യത. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാധീനം ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ബ്യൂറോക്രസി ആണല്ലോ അപ്പം വേണ്ടാന്ന് പറഞ്ഞത്, അതവർക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വേണ്ടാന്ന് പറയുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമായിരിക്കില്ല. അവർ ആ ഒരു ഫ്രെറ്റേണിറ്റിക്ക് വേണ്ടി നിൽക്കുന്നതായിരിക്കും. അതിലൊരുത്തൻ ഒറ്റുകാരനായിരിക്കും. അതിൻ്റെ സാധ്യത വളരെ കൂടുതൽ. ഇനി എന്തുകൊണ്ട് ഒറ്റുകാരനാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ ഏജൻസികളുടെ ഒരു രീതി, പുറത്തുള്ള ചാര ഏജൻസികളുടെ രീതി. നമ്മൾ ഇസ്രായേൽ മൊസാദൊക്കെ നമ്മളെ ഫ്രണ്ടാന്ന് തന്നിട്ടും കാര്യമൊന്നുമില്ല. അവർക്ക് നമ്മളെക്കാട്ടും വേണ്ടത് അമേരിക്കയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അങ്ങോട്ട് സ്നേഹമുള്ളൂ. അപ്പോൾ ഈ ഏജൻസിയുടെ രീതി എന്ന് വെച്ചാൽ നിങ്ങളെ അടുത്തുള്ള ആളുകളെ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കൾക്ക് അമേരിക്കയുടെ സ്കോളർഷിപ്പ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഈ സ്കോളർഷിപ്പ് ഇങ്ങനെയൊക്കെ കൊടുക്കുക, നിങ്ങൾക്ക് നല്ല ഓഫറൊക്കെ തരിക, നിങ്ങളിത് സബോട്ടേജ് ചെയ്താൽ മതി. ഈ ഒരു വിഷയത്തിൽ ഇത് മലയാളി അല്ലാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. സാധ്യത വളരെ കൂടുതലാണ്. മലയാളിക്ക് പൊതുവേ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ, പൊതുവേ നമുക്ക് ദേശസ്നേഹമുണ്ട്. ഞാൻ 2 രീതിയിൽ പറയാം. അതായത് മലയാളിക്ക് പൊതുവേ മോഡിയോടുള്ള വെറുപ്പുകൊണ്ട് ദേശസ്നേഹം കുറവാണ്, കാണിച്ച് കൂട്ടുന്ന ദേശസ്നേഹവും കുറവാണ്. പക്ഷേ മലയാളിക്ക് പൊതുവെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, അതിനോട് കുറവ് കാണിക്കും. ഉത്തരേന്ത്യക്കാരുടെ പ്രശ്നമാണ്, കച്ചവടക്കാരുടെ പ്രശ്നമാണ്. അത് ദേശസ്നേഹം കൂടുതലായിട്ട് കാണിക്കും, പൈസേൻ്റെ മുന്നിൽ ചിലപ്പോൾ വീണു പോകും. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്ത്യയിലെ ചാരന്മാരെ നിങ്ങൾ എടുത്തു, ഏറ്റവും കൂടുതൽ ചാരന്മാർ വന്ന് ഉത്തരേന്ത്യയിൽ നിന്നാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ല, അതാണ് എൻ്റെ രസം. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി പാകിസ്ഥാൻ ചൈന എന്നൊക്കെ വിചാരിക്കുക. ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യക്കാരുമാണ്, മുസ്ലിംസും അല്ല. ഉത്തരേന്ത്യക്കാർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, പൈസ കണ്ടാകുന്നു. ഡിഫൻസ് എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു മാമിക്ക് കൂടുതൽ വിശ്വാസം ഞാൻ കേട്ടിട്ടുള്ളത് സൗത്ത് ഇന്ത്യക്കാരാണ്. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക, അതിൽ കോംപ്രമൈസ് ചെയ്യില്ല. പകുതി പക്ഷേ അവന്മാർക്കും കൊടുക്കുക ഒരു ഓർഡർ. അവന്മാരുണ്ടാക്കുന്ന അത്ര കുറ്റമറ്റ രീതിയിലൊന്നും ആയിരിക്കില്ല. എന്നോട് ഇത് ഉണ്ടാക്കുന്ന ആർമിക്ക് വേണ്ടി ഈ പിന്നെ വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ മുതലാളി ഞാൻ പരിചയപ്പെട്ടു. അയാൾ എന്നോട് പറഞ്ഞതാണ്, അയാളെ ഡിസൈൻ ഉപയോഗിച്ച് നോർത്ത് ഇന്ത്യക്കാരും ഉണ്ടാക്കി കൊടുത്തു. സൗത്ത് ഇന്ത്യക്കാർ കോംപ്രമൈസ് ചെയ്യില്ല, ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ വ്യവസായ രംഗത്ത് സൗത്ത് ഇന്ത്യ മുന്നിട്ട് വെക്കുന്നത്. ഓക്കെ. ഉഡായിപ്പ് കുറവാണ്. ആരായിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ
ഈ സ്വകാര്യവൽക്കരണം ഇതൊരു കാരണമായിട്ടുണ്ടാകുമോ? കാരണം ഈ ഉപഗ്രഹ നിർമ്മാണ രംഗം അല്ലെങ്കിൽ വിക്ഷേപണ നിർമ്മാണ രംഗത്തേക്കൊക്കെ തന്നെ കുറേ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ വലിയ തോതിൽ വിദേശ ഓഹരി നിക്ഷേപമുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കോടികളാണ്, ആയിരക്കണക്കിന് കോടിയാണ്, $871 ദശലക്ഷം ഈ മേഖലയിലേക്ക് നിക്ഷേപമായി വന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ തുക ചിലവാക്കി ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർ, അത് നേരിട്ട് മത്സരം തീർച്ചയായിട്ടും ISRO-ആയിട്ടുണ്ടാകാം. അവർ ഒക്കെ തന്നെ ഈ ISRO-യിലെയും മറ്റും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ തന്നെ വലിയ തുക കൊടുത്ത് അങ്ങോട്ടേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഭവം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അല്ല, അത് അവർ വളർന്നു വന്നു കഴിഞ്ഞാലാണ് ISRO-യ്ക്ക് ഒരു കോമ്പറ്റീറ്റർ ആവുള്ളൂ. അന്നപ്പോഴാണ് ISRO-യുടെ മിഷനെ പരാജയപ്പെടുത്തേണ്ട ആവശ്യം അവർക്കുള്ളൂ. അതാണ് ഒരു കാര്യം. അപ്പോൾ അതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകൾ അവിടെ നിന്ന് രാജിവെച്ച് പോകാൻ നോക്കുന്ന അവിടെ നിന്ന് നല്ല പെർക്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കും. ഭേദപ്പെട്ട പെർക്കും പാക്കേജും ഒക്കെ അവർക്ക് ഉണ്ടാവും. അതുണ്ട്, അത് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മിഷൻ ഫെയിലർ ആക്കുന്ന അവരല്ല. അവർക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 2, അമേരിക്കയിൽ ഓൾറെഡി നാസ ഉള്ളപ്പോൾ തന്നെ അവിടെ സ്പേസ് എക്സും മറ്റുമൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവർ പരസ്പരം സഹകരിച്ചാണ് പോകുന്നത്. നാസ അവരുടെ പ്ലാറ്റ്ഫോം സ്പേസ് എക്സിന് വാടക കൊടുക്കുന്നു, അങ്ങനെ അവർ പൈസ ഉണ്ടാക്കുന്നു. നാസ ഈ പൈസ കൂടുതൽ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ രീതിയിൽ ഒരു പരസ്പരം സഹായിച്ചാണ് പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ രംഗത്ത് രാജ്യങ്ങൾ തമ്മിൽ മത്സരം താരതമ്യേന കുറവാണ്. ഈ വലിയ രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കും. ഇപ്പോൾ ഇന്ത്യനെ ഈ ക്ലബിലേക്ക് ഉൾപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടാണ് അവർക്ക്. ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയായിട്ട് അവർ സഹകരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്കയും ഫ്രാൻസൊക്കെ സഹകരിച്ച് തന്നെയാണ് പോകുന്നത്. കാരണം ഇത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രം സോവിയറ്റ് റഷ്യയും പിന്നെ US കൂടി ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ മത്സരിച്ച സമയത്ത്. ഇപ്പോൾ ചൈനയും US തമ്മിൽ കോപ്പറേഷൻ ഉണ്ട്. അത് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ISRO-ക്ക് ചെയ്യാൻ പറ്റാതെ ചിലതൊക്കെ അതിൻ്റെ കണ്ടിന്യൂറ്റി അവർക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലതാണ്. ഇപ്പോൾ സ്പേസ് എക്സ് ചെയ്യുന്നത് പോലെ സ്പേസ് എക്സ് ഇപ്പം പലതവണ വിക്ഷേപിക്കാവുന്ന റോക്കറ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നാസയുടെ കയ്യിലില്ല. പക്ഷേ ഇപ്പം നമ്മളെ മിഷൻ പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പിന്നെ സബോട്ടാഷ് ആയിരിക്കും. അല്ല, ഇതിപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് അമേരിക്കയും മറ്റു രാജ്യങ്ങളെയൊക്കെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ചിലവാകുന്ന പണത്തിൻ്റെ എത്രയോ മടങ്ങ് കുറവ് മാത്രം അത് ഇന്ത്യക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, സബോട്ടാഷ് ആയിരിക്കും എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന സ്വകാര്യ ഏജൻസികൾ വന്നതല്ല പ്രശ്നം. സ്വകാര്യ ഏജൻസികൾ പലപ്പോൾ ISRO പിരിഞ്ഞു പോയ ആളുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ മാധവൻ നായർ തന്നെ എനിക്ക് തോന്നുന്നു ദേവാസ് നേട്ടം പറഞ്ഞുകൊണ്ടൊരു കമ്പനി ബാംഗ്ലൂർ തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ അവർ തുടങ്ങിയിരുന്നു. അവരൊന്നും തന്നെ ISRO-ന് തുരങ്കം വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുന്ന് കിട്ടാവുന്ന ആളുകളെ ചിലപ്പോൾ അവർ പൊക്കിയെടുക്കാൻ ശ്രമിക്കും. അല്ല, ISRO-നെ പരാജയപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരാജയപ്പെടുന്നത് പുറത്തുള്ള ഏജൻസികളാണ്. അപ്പോൾ ചാരവൃത്തി കേസ് നമ്മൾ കണ്ടതായിരിക്കില്ല. ചാരവൃത്തി കേസ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ടീമായിരിക്കും. അവർ ഈ നമ്പിനാരായണൻ ബലിയാടാക്കിയതായിരിക്കും. അവിടെ ഒരുപാട് നിശബ്ദതകളുണ്ട്. നമ്പിനാരായണൻ ഈ കേസ് വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് VRS-ന് അപേക്ഷിച്ചിരുന്നു. എന്തിന്? നമ്പിനാരായണൻ ഇപ്പോഴും ഉത്തരം പറയില്ലല്ലോ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവിടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന് ബന്ധമുള്ള പത്രപ്രവർത്തകരോട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ചോദിച്ചു, ഇതാണ് കാരണം എന്നാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട് അവിടെ. പല മിഷനിലും ബന്ധപ്പെട്ട ആളുകൾ തമ്മിൽ പരസ്പരം മത്സരം അതുമൊക്കെ ഉണ്ട്. ഓക്കെ, വലിയ ഒരു സ്കാമിൻ്റെ വിവരമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു അഴിമതി അല്ലെങ്കിൽ വലിയൊരു ദേശദ്രോഹത്തിൻ്റെ കാര്യമാണ്, അങ്ങനെ തന്നെ പറയാം. ഒരു സ്കാമിനപ്പുറത്തേക്ക് ഇതൊരു ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ള, ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ സേഫ് അല്ല വിടുന്നുള്ള ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. 2, നാവിക് നമ്മുടെ സ്വന്തം GPS-ഒക്കെ ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ അതൊക്കെ മുകളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. ഇന്ത്യ അവർക്ക് ഇതിലൊക്കെ വലിയ GPS-ലൊക്കെ വലിയ മാർക്കറ്റാണ്. അപ്പോൾ അതിനെയൊക്കെ തറക്കാന്നുള്ള ഉദ്ദേശമാണ് 1. 2, നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ US-നെക്കാട്ടും വളരും ആ മേഖലയിൽ. നമ്മൾ മംഗളയാൻ നടത്തി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിലും പുറത്തേക്ക് വോയേജറൊക്കെ അയക്കാൻ പറ്റും. അപ്പം സ്പേസാണ് ഇനി ലോകം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടെ ഇന്ത്യക്ക് മേൽക്കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ പിന്നെ വൻ ശക്തിയായി, അങ്ങേറ്റം വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ തടയിടാനുള്ള ശ്രമം തോന്നുന്നു. അതിനിവിടെ പലരും സപ്പോർട്ടും ചെയ്യും. പലർക്കും രാജ്യമല്ലല്ലോ പ്രശ്നം, പലർക്കും പ്രശ്നം മോഡിയും BJP-യും ഒക്കെ അല്ലേ. രാജ്യത്തിൻ്റെ പണി കിട്ടിയാലും മോഡിയും BJP-യും കയറണം. ആ മെൻറ്റാലിറ്റിയാണ്. അപ്പം പലരും ചർച്ച ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന രീതിയിലാണ് വരുന്നത്. മോഡിയാണ് കാരണം. ഇത് മോഡിയല്ല. നിങ്ങൾ ആദ്യം മനസ്സിലായി, മോഡിയോ കർണാനൊന്നും അല്ല. ഈ രാജ്യം നന്നാവലെന്ന് ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ചിലരെ വിലക്കെടുത്തുകൊണ്ട്, വിലക്കെടുക്കാൻ പറ്റുന്ന ജൂദാസ് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ചെയ്യുന്നതാണ്. ഞാൻ ജൂദാസിനെ കുറ്റം പറയാൻ പറ്റില്ല. അയാളെ മക്കളെയും ഭാര്യനെയൊക്കെ തോക്കുമ്പോൾ നിർത്തിയാണെങ്കിലും ഇവരിത്രയും BJP-ക്കെതിരെ വഴങ്ങാനും BJP ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. പണ്ടത്തെ പോലെ പണി എളുപ്പമല്ല. രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി ചെയ്യില്ല. അത് അവരുടെ കൂട്ടത്തിലുള്ള മാവാടികളാണെങ്കിലും അവർ നാബ് ചെയ്യും. അല്ല, അവർക്ക് ഈ രാജ്യമാണ് പ്രധാനം. അവർക്ക് തന്നെ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ ഈ രാജ്യം കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോകാനാണ്? ഈ രാജ്യത്തിന് മൊത്തം എവിടെ പോയാൽ ഹിന്ദുക്കൾ രണ്ടാമനല്ലേ. അതെ, അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ കാര്യം എന്ന് വെച്ചാൽ ഈ രാജ്യം ബേസിക്കലി ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളുടെ രാജ്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് BJP? ബാക്കിയെല്ലാം നിങ്ങൾ മാറ്റിക്കും, അതായത് അതും ഇതൊക്കെ. ഈ രാജ്യം നിലനിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്?
ഹിന്ദുക്കളുടെ ആവശ്യമാണ്. ഈ രാജ്യം അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവിടെ പോകും, ലോകത്ത് എവിടെയും പോകാം. ചിലപ്പോൾ ഇന്ത്യ തന്നെ ഒരു ക്രിസ്ത്യൻ രാജ്യം മുസ്ലിം രാജ്യമാകും. അപ്പോൾ ഹിന്ദുക്കളെ വരെ എന്താവും, സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആവും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സിമ്പിൾ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ല. എന്തായാലും ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ അന്വേഷണത്തിൽ അധികം വൈകാതെ തന്നെ ഇതിൻ്റെ കൾപ്രിറ്റിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാം. അവിടെ ഡോബലൊക്കെ ഉള്ളത്. ഡോബലൊന്നും അങ്ങനെ വിലക്കെടുക്കാൻ വരുന്ന ആളല്ല. പക്ഷേ ഈ ഡോബലിനൊക്കെ ശേഷം അങ്ങനെയുള്ള ആളുകൾ ഇനി ഇത്ര ഉണ്ടാവും എന്നുള്ളത് സംശയം. ഇപ്പോഴത്തെ പർച്ചേസബിൾ, ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് രാജ്യമൊന്നുമില്ല, അത് പർച്ചേസബിളാണ്. ജെൻസി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇളക്കി വിടുന്ന ഉണ്ടാക്കിയെടുക്കുന്നത്. അവർക്ക് രാജ്യങ്ങൾ വേണ്ട, അവരുടെ കാര്യം നടന്നാൽ മതി. അവരെ വേറെ ആരെങ്കിലും എവിടെ നിന്ന് കൺട്രോൾ ചെയ്തോളൂ. അവർക്ക് പൈസയും പ്രശസ്തിയും മതി. അവർ രാജ്യത്തിനോട് ഒരു സ്ഥാനത്തോടൊന്നും അവർ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതാണ് അതിൻ്റെ അപകടം. ജെൻസി ഉയർത്തുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ ജെന്യൂനാണ്. പക്ഷേ അവരെ ഈ രീതി ട്യൂൺ ചെയ്യുന്നത് ഏതോടത്തും വന്ന് എവിടുന്നോ അവരുടെ ഇടയിൽ നേതാവ് ഉണ്ടായി വരുന്നില്ല, റിക്രൂട്ടഡ് ആവുന്നു എന്നുള്ളത്. അതെ, ഇവർ അവർക്ക് വേണ്ടി ഏതോ ഒരു നോക്കിയാൽ മതി. നിങ്ങൾ കേരളത്തിൽ ഒരു 10 ഒരു ടെലിവിഷൻ ചാനൽ എടുക്കുക, അവരാരെ സപ്പോർട്ട് ചെയ്യുന്നു നോക്കുക. അവർ സപ്പോർട്ട് ചെയ്യുന്ന മൊത്തം ദേശത്തിന് ദ്രോഹം ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ തെറ്റ് പറ്റി നോക്കുമ്പോൾ ആ 10 ആ TV ചാനലും കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എവിടെ തെറ്റ് പറ്റിയത്. അല്ല, ഈ ചില മാധ്യമ പ്രവർത്തകരുടെ എല്ലാം തന്നെ പ്രവർത്തന രീതിയൊക്കെ നോക്കുമ്പോൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ബോധപൂർവമായി ചില അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അത് മറ്റുള്ളവർ ഏറ്റുപിടിക്കുന്നു, മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിക്കാൻ നിർബന്ധിതരാകുന്നു. ഞങ്ങൾ ട്രെൻഡ് സെറ്ററാണെന്ന് അവർ സ്വയം പറയുന്നു. ഈ ട്രെൻഡ് ഈ രാജ്യത്തിന് വേണം. നിങ്ങൾക്ക് ഈ വില കിട്ടുന്ന ഈ രാജ്യം ഉള്ളതുകൊണ്ടാണ്. ഈ രാജ്യം എന്ന് വെച്ചാൽ നിങ്ങൾ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആണ്, ഇവിടെ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ മുസ്ലിമായിട്ട് നിങ്ങൾ ഹാപ്പി അല്ലാതെ നിങ്ങൾ വിവരമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ സൗദി അറേബ്യയിൽ പോയി സാധാരണ കാട്ടറബിയുടെ അവസ്ഥ നോക്കണം. ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം നല്ല കറുത്തില്ല. നിങ്ങൾക്ക് അവിടെ പട്ടീൻ്റെ വില ആയിരിക്കും. മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണ്, അവരെ ഹറാമി എന്നേ വിളിക്കുള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന ഈ രാജ്യത്തായതുകൊണ്ടാണ്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ വേറെ ഒരിക്കലും ഇല്ലാത്ത ഒരു സ്വകരാജ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജൂതന്മാർക്കൊരു രാജ്യമെങ്കിലും പറയാമായിരുന്നു. ഞാൻ അവരവിടെ നിന്ന് വന്നാലും നമുക്ക് അങ്ങനെ അല്ലല്ലോ. നമ്മൾ മുസ്ലിങ്ങൾ കേരളത്തിൽ വന്ന് മതം മാറ്റിയ ആളുകളല്ലേ. നമ്മളെവിടെ പോകാൻ? അറബികൾ നമ്മൾ അംഗീകരിക്കും. അറബികൾ അംഗീകരിക്കുന്നത് രണ്ടാം അമ്മയുടെ മക്കളായി. കാരണം ഇവിടെ അറബികൾ അവിടെ നിന്ന് വന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായാലും പെട്ടാണ് നമ്മളൊക്കെ. രണ്ടാം അമ്മയുടെ മക്കളുടെ സാധനമേ നമുക്കുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി പ്രവാചകൻ്റെ സഹാബിയങ്ങളാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ അവരെ ഏറ്റവും ബഹുമാനിച്ചിരുന്ന സ്ഥലമാണ് കേരളം, ഇന്ത്യ. അപ്പം നിങ്ങൾ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ സഹാബിയങ്ങൾക്കും എതിരല്ലേ? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഇവിടുത്തെ ഒരു രാജാവ് തന്നെ മതമായി ഇസ്ലാമായതല്ലേ? അപ്പോൾ ആ രാജാവിന് ഇപ്പോഴും ശവകുടീരമുണ്ട് അവിടെ. അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന രാജാവിന് ഇപ്പോഴും ശവകുടീരമുണ്ട്, യമനിലോ മറ്റോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രവാചകൻ്റെ ചര്യയ്ക്ക് എതിരല്ലേ ചെയ്യുന്നത്? എന്തായാലും ISROയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആ വിവാദം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. PSLV എന്ന വിശ്വാസ്യത നേടിയ റോക്കറ്റ് വിക്ഷേപിക്കുവാൻ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ തുടർച്ചയായി ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണം പരാജയപ്പെടുന്നു. എന്തുകൊണ്ട്? അത് കൃത്യമായി മുന്നോട്ട് പോയപ്പോൾ അതിനകത്ത് കൾപ്രിറ്റുണ്ട്, ഒരു കുറ്റവാളിയുണ്ട് എന്ന് ഏകദേശം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യമുണ്ട്, ഈ മലയാളം മാധ്യമങ്ങൾക്ക് കളിക്കാനുള്ള ഒരു ചാൻസ് ഇത്തവണ കേന്ദ്രം കൊടുത്തിട്ടില്ല. മലയാളി മാധ്യമങ്ങൾ കളിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ISROയിലുള്ള ഏതെങ്കിലും പാവം സ്വാമീനെ പിടിച്ച് ഇത്തവണ അവർ രാജ്യദ്രോഹിയാക്കിയായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, നമ്പിനാരായണനെ രാജ്യദ്രോഹിയാക്കി ഇവിടെയുള്ള മാധ്യമങ്ങളാണ്. അതുവരെ മിണ്ടാതെ ഇരുന്നവന്മാർ ഒറ്റ ഘട്ടത്തിൽ സംവിധാനം പിടിച്ചിട്ട് രാജ്യദ്രോഹിയാക്കിയായിരുന്നു. ഇത് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരിക്കാം. ഇതിൻ്റെ പിന്നിൽ വിദേശ ശക്തികൾ തന്നെയായിരിക്കും, വിദേശ രാജ്യങ്ങൾ തന്നെയായിരിക്കാം എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വേണം കരുതുവാൻ എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികൾ പുറത്തു വരട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. നമുക്ക് ഇനിയുമേറെ കുതിപ്പുകൾ നടത്തേണ്ടതുണ്ട്. രാജ്യം ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കൊള്ളട്ടെ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് ആ രാഷ്ട്രീയ പാർട്ടി എതിർക്കുന്നതിൻ്റെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അക്കാര്യം കൂടി കാണുക. നമ്മുടെ രാജ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.